നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെച്ചത്? ആർക്കു വേണ്ടിയാണോ സ്വന്തം ഇഷ്ടങ്ങൾ പോലും ബലി കഴിച്ചത്? ഒടുവിൽ അവർ തന്നെ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് മുദ്ര കുത്തുമ്പോഴുള്ള ആ വേദന, അത് അനുഭവിച്ചവർക്കേ അറിയൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇന്ന് അനുഭവിക്കുന്ന മാനസിക വിഷമം സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, മറിച്ച് അർഹിക്കാത്തവർക്ക് അമിതമായി വില കൊടുത്തതുകൊണ്ടാണ്. നമ്മുടെ വാക്കിനും സാന്നിധ്യത്തിനും വില കൽപ്പിക്കാത്ത ഒരിടത്ത് വീണ്ടും വീണ്ടും ചെന്ന് നിൽക്കുന്നത് നമ്മെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മൗനത്തിന് ഭാഷയുണ്ടെന്നും അവഗണനയ്ക്ക് മറുപടിയുണ്ടെന്നും ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ തളർത്തുന്നവരെ എങ്ങനെ പക്വതയോടെ അവഗണിക്കാമെന്നതിനെക്കുറിച്ചാണ്. ഇത് വെറുമൊരു ഉപദേശമല്ല, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ജീവിത സത്യമാണ്. എന്തുകൊണ്ട് അവഗണിക്കണം? ദ സൈക്കോളജി. നമ്മുടെ ജീവിതത്തിൽ ചിലരുണ്ട്, നാം എന്തു തന്നെ ചെയ്താലും അവർക്ക് തൃപ്തി വരില്ല. അവരോട് തർക്കിക്കാൻ പോകുന്നത് നമ്മുടെ ഊർജം കളയുകയേയുള്ളൂ. സ്വയം ബഹുമാനം, സെൽഫ് റെസ്പെക്റ്റ്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കണം. നിങ്ങളെ വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ വിനയം കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. മാനസിക സമാധാനം. എല്ലാവരെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരാജയത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ചാണക്യ സൂക്തം. പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണം. അതായത്, നിങ്ങൾ പാവമാണെന്ന് കരുതി ആരും നിങ്ങളുടെ തലയിൽ കയറി നിരങ്ങാൻ അനുവദിക്കരുത്. ആചാര്യ ചാണക്യന്റെ 5 സുപ്രധാന തത്വങ്ങൾ. 1. മൗനമെന്ന ആയുധം. നിങ്ങളെ പരിഹസിക്കുന്നവരോട് വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യരുത്, പകരം മൗനം പാലിക്കുക. നിങ്ങളുടെ മൗനം അവരെ കൂടുതൽ അസ്വസ്ഥരാക്കും. വൈകാരിക അകലം, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ ഉടൻ പ്രതികരിക്കരുത്. മനസ്സിനെ ഒരു സാക്ഷിയെപ്പോലെ മാറ്റുക. അവർ പറയുന്നത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കാണിക്കുമ്പോൾ അവരുടെ അധികാരം അവിടെ അവസാനിക്കുന്നു. സ്വയം മൂല്യം വർദ്ധിപ്പിക്കുക. അവഗണിക്കപ്പെടുന്നതിൽ സങ്കടപ്പെട്ടിരിക്കാതെ ആ സമയം സ്വന്തം കഴിവും അറിവും ഉപയോഗിക്കുക. നിങ്ങളുടെ വിജയം കാണുന്നതാകണം അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കുക. സത്യമറിയാൻ താൽപ്പര്യമില്ലാത്തവരോട് ഒരിക്കലും വിശദീകരണം നൽകരുത്. ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ തൻ്റെ രഹസ്യങ്ങളും തന്ത്രങ്ങളും ആരെയും അറിയിക്കില്ല. ബന്ധങ്ങളിലെ അതിർവരമ്പുകൾ. ബന്ധങ്ങൾ അത്യാവശ്യമാണ്, പക്ഷേ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. എവിടെ നോ പറയണമെന്ന് പഠിക്കുക. പ്രായോഗികമായ അവഗണന. നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ജോലിസ്ഥലത്തോ ഇത്തരം ആളുകളുണ്ടാകാം. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം? സോഷ്യൽ മീഡിയയും ഫോണും. നിങ്ങളുടെ സമാധാനം കെടുത്തുന്നവരുടെ കോളുകളും സന്ദേശങ്ങളും മറുപടി നൽകാതെ ഒഴിവാക്കാൻ മടിക്കരുത്. സംസാരത്തിൽ മിതത്വം. അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. നിങ്ങൾ മിതമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൂടും. പുഞ്ചിരി കൊണ്ട് നേരിടുക. നിങ്ങളെ തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ കടന്നു പോകുക. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ പരാജയം. പ്രിയപ്പെട്ട മുതിർന്നവരെ, യുവാക്കളെ, ജീവിതം വളരെ ചെറുതാണ്. അത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് തീർക്കാനുള്ളതല്ല. ഭഗവത്ഗീതയിലെ സന്ദേശം, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നിങ്ങളുടെ കടമകൾ ചെയ്യുക. ഫലത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കുറിച്ചോ ആകുലപ്പെടാതിരിക്കുക. ഒറ്റയ്ക്കായിരിക്കുന്നത് മോശമല്ല. തെറ്റായ ആളുകളുടെ കൂടെ ഇരുന്ന് അപമാനിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അന്തസ്സോടെ ഒറ്റയ്ക്കിരിക്കുന്നത്. ഓർക്കുക, സൂര്യൻ ഉദിക്കുന്നത് ആരെങ്കിലും പുകഴ്ത്താൻ വേണ്ടിയല്ല, അതതിൻ്റെ ധർമ്മമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതവും ആർക്കും വേണ്ടിയുള്ള പ്രകടനമാകരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തൂ. നിങ്ങളെ തരം താഴ്ത്തുന്നവരെ പുല്ലുപോലെ അവഗണിക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു വാക്ക് ഒരുപക്ഷെ മറ്റൊരു വ്യക്തിക്ക് ആശ്വാസമായേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.